ദിലീപ് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതിനുള്ള മാനസികാവസ്ഥ അങ്ങനെയുള്ളൊരു ഇതായിട്ടുള്ള ഒരാളുമല്ല ദിലീപ്. അപ്പം ഇതിൽ ഈ വിധിയെ സ്വാഗതം ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷിക്കുകയും ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞൊരു ഒരു 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 കള്ളക്കേസ് ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത ആൾക്കാരെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഭാഗം ആ വിധിയുടെ. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിധിയായിരുന്നു. മന്ത്രി ശ്രീ സതീഷ് ചെറിയാൻ പറഞ്ഞു, സർക്കാരെല്ലാം അതിജീവിതയോടുള്ളതാണ്. ഞങ്ങളും എല്ലാവരും അതിജീവിതയോടുള്ളതാണ്. ഈ സിനിമ രംഗം മുഴുവൻ അതിജീവിതയോടുള്ളതാണ്. അവർക്ക് നീതി കിട്ടണം. അവർക്ക് നീതി കിട്ടി, തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ഒരാളെ ഫ്രെയിം ചെയ്ത് അയാളെ ഇതിൻ്റെ അകത്ത് കുടുക്കി അയാളെ ശിക്ഷിച്ചല്ല നീതി വരുന്നത്. സത്യമായിട്ടുള്ള കാര്യത്തിൽ അതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു വിധിയാണ്. ഇപ്പം അവർ എനിക്കെന്തായാലും ഇത് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ അന്നേ ദിലീപിനെ ആദ്യമായിട്ട് കാണാനായിട്ട് ജയിലിൽ പോകുമ്പോഴത്തേക്ക് സബ് ജയിലിൽ, ആലുവ സബ് ജയിലിലാണ് ഞാൻ പോയത്. അവിടെ ചെല്ലുമ്പോൾ ദിലീപ് എൻ്റെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ അത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ അയാളെ ഫ്രെയിം ചെയ്ത് ഇട്ടിരിക്കുകയാണെന്നുള്ളത്. അന്നേ എനിക്കറിയാം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞ കാര്യം വളരെ കൃത്യമായിരുന്നു. അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു. അപ്പം പോലീസിലെ ചില ഉദ്യോഗസ്ഥരും സിനിമയിലെ ചില ആൾക്കാരും കൂടെ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പം അതെല്ലാം ചീറ്റിപ്പോയി. അതെല്ലാം കോടതിയുടെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം. 8 കൊല്ലം അവരനുഭവിച്ച ട്രോമ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ ഞാൻ ആ കുടുംബമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആ കുട്ടികളൊക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ, കുട്ടികളെ ഇവിടുന്ന് മാറ്റേണ്ടി വന്നത്, ഇവിടെ നിന്ന് മീനാക്ഷിയൊക്കെ മദ്രാസിൽ പോയാണ് പഠിച്ചത്. പോരാത്ത കൊച്ചു രണ്ടാമത്തെ കുട്ടി അതിനെ മദ്രാസിലോട്ട് മാറ്റി വേറെ സ്കൂളിലാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ അമ്മയ്ക്കുണ്ടായ പ്രശ്നം, ദിലീപിൻ്റെ അമ്മ എന്തുമാത്രം ഇത് സഹിച്ചു. മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുക എന്നൊക്കെ പറയുന്ന ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അതുമാത്രമല്ല, ഇത്രയും ഉന്നതമായിട്ടുള്ളൊരു ഇതിൽ നിന്ന ഒരാൾ, ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു കേസിൽ കൂടുകയും അതിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് വരികയും, പക്ഷേ ഇത്രയും കാലം അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു കരുത്ത് അങ്ങേർക്കുണ്ടായി. അതൊരു വലിയ ദൈവാധീനമാണ്.